പിന്നെ ഞാൻ പറഞ്ഞ ലെവലാണെന്നുണ്ടെങ്കിലേ ഈ വളവിൽ ഇവിടെ എവിടെയാണ് വീട്. ഒന്ന് നോക്കൂടി, നോക്ക് കേട്ടോ. ഞാനോട് പറഞ്ഞത് നമ്പർ ചോദിച്ചോട്ടോ. ഇതൊന്നും ഒരു കാര്യം ചെയ്യും, ഇതൊന്ന് മുന്നേ കിടക്കും. ഇപ്പൊ തന്നെ ചായ പിന്നെ എന്ത് തിരക്ക്? ഇതൊന്ന് പോയിക്ക. എടാ വീഡിയോ കോൾ ഇങ്ങനെ അടുക്കാൻ പറ്റുന്നതൊക്കെ എന്താ പണ്ടാറം അൻവർക്ക് ഇതിലൊന്നും മെസ്സേജ് അയക്കുന്നു. ഈ എന്തായാലും വരണം കേട്ടോ. ഞാൻ എൻ്റെ കുട്ടിയൊക്കെ സ്കൂളിൽ പോയിട്ട് മെസ്സേജ് അയക്കാനുണ്ട്. ഇനി എന്താ വരാത്ത? ഇത് ഇന്ന് വരുമോ? എടാ ഞങ്ങൾക്ക് പിന്നെ വിളിക്കട്ടോ. അങ്ങോട്ട് ആ ചങ്ങാതി വീഡിയോ കോൾ എടുക്കും. ഞാൻ പിന്നെ വിളിക്കാം. ഓക്കെ, ശരി, ഓക്കെ. എത്ര നേരം എനിക്ക് വിളിക്കണ? എന്താ ഫോൺ എടുക്കാത്ത? എന്ത് തിരക്ക്? തമാശ കളിക്കാൻ നിൽക്ക? ഞാനോട് പറഞ്ഞിട്ടുണ്ട് കേട്ടാ. അതന്നെ ഞാൻ പറയണത്. എന്താണ് തിരിച്ചെന്താ വിളിക്കാത്തത്? അല്ല, ഞാനീ വിളിക്കുമ്പോ എനിക്ക് ഫോൺ എടുക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാണല്ലേ. എനിക്ക് ഫ്രീ കിട്ടുന്ന സമയത്തല്ലേ ഞാൻ വിളിക്കണ. ആ സമയത്തൊന്ന് വിളിക്കുമ്പോ ഫോൺ എടുക്കൂടെ? ഒന്ന് വിളിക്കുമ്പോ സന്തോഷത്തില് എന്തൊക്കെ ചായ കുടിച്ചോ, ചോറുന്നോ, അല്ലെങ്കിൽ പണി കഴിഞ്ഞോ, എന്തൊക്കെ സംസാരിക്കാണ്ട്. എനിക്ക് എന്തെത്ര തിരക്ക്? ഞാൻ വിളിക്കുമ്പോഴത്തേനും എനിക്ക് ഈ ഫോൺ വെക്കാൻ എനിക്ക് എന്തെത്ര തിരക്കെന്താ? എന്ത് പണി ഇത്രയധികം? എന്ത് പണി എനിക്ക് അവിടെ ഉള്ളത്? എന്ത് വീഡിയോ കോൾ വിളിക്കുമ്പോ എന്താ എടുക്കാത്തത്? ഈ വോയിസ് കോൾ മാത്രമാണ് എടുക്കുന്നത്. ഇന്നലെ വിളിച്ചെന്ന് പറഞ്ഞ ഇന്നിപ്പോ കുട്ടനാടാൻ തോന്നി. അല്ലിപ്പോ ഞാൻ ഇപ്പൊ എന്താ പറയാ? എന്തപ്പോ അതൊക്കെ എനിക്ക് മനസ്സിലാവാത്തതല്ലേ. എന്ത് വീഡിയോ കോൾ വിളിക്കുമ്പോ എന്തെടുക്കാത്തത്? ഈ വോയിസ് കോൾ മൊത്തം വിളിക്കുമ്പോ മാത്രമല്ലേ എടുക്കണത്? എന്താ ഈ ഫുൾ ടൈം റൂമിൽ വെച്ചിട്ട് ഈ അടുക്കളയിൽ പോവാ? എല്ലാത്തിനും എനിക്ക് കാരണങ്ങളുണ്ട് കേട്ടാ. എല്ലാ കാര്യത്തിനും കാരണങ്ങൾ അടിപൊളിയായിട്ടുണ്ട്. ആയിക്കോട്ടെ. എനിക്കിപ്പോ എന്നോട് തീരെ സംസാരിക്കില്ല. പൈസയുടെ കാര്യങ്ങൾ വരുമ്പോ എനിക്ക് ആ സമയത്ത് എനിക്ക് നേരമുണ്ട് അല്ലേ? ശരി, വെച്ച ഫോൺ വരുന്നുണ്ട്. ഓട്ടം വന്നു. ഈ അവിടെ നിൽക്ക്. ഞാനേ വാതിൻ്റെ അവിടെ പോയോണം. ആരും വിചാരിച്ചിങ്ങനെ വിളിക്കട്ടോ. അടക്ക്. വേഗം വാ, ആരുമില്ല, വേഗം വാ. ഹെൽമെറ്റ് കൊണ്ടുപോയി.
എനിക്ക് പുറത്തൊക്കെ പോയായിരുന്നു. അപ്പോൾ ഒരുപാട് നടക്കാനൊക്കെ ഉണ്ടായിരുന്നു. നടന്ന് കാലൊക്കെ ഭയങ്കര വേദന. ഇനിയിപ്പോൾ അടുത്തുണ്ടായിരുന്നു എൻ്റെ കാലൊക്കെ ഒന്ന് തിരിഞ്ഞ് തന്നെ. നിന്നെ വല്ലാണ്ട് മിസ് ചെയ്യുന്നുണ്ട്. എനിക്കിപ്പോൾ കാണണമെന്നുണ്ട്. എങ്ങനെ വരാമെന്ന് എനിക്ക് ഞാനിപ്പോൾ ഫ്ലൈറ്റ് പിടിച്ച് വരാം. അവിടെ ഒരു മിനിറ്റ് എല്ലാവരും വേണ്ടിയിട്ട് ഞാൻ വിളിക്കാം. കട്ടാക്ക അസ്സലാമലൈക്കും. വലൈക്കും അസ്സലാം. മോനെ പറയ്. എനിക്ക് ഇവിടെ നിൽക്കാൻ പറ്റുന്നില്ലമ്മ. ഞാൻ തിരിച്ച് നാട്ടിലേക്ക് വന്നാലും ഒന്ന് ആലോചിക്കാം. ഇജ്ജ് എന്താണ് ഇപ്പൊ ഇങ്ങനെയൊക്കെ പറയണേ? പോയിട്ട് ഒരാഴ്ചയല്ലേ ആവണുള്ളൂ, അതിനു മുമ്പ് ഇങ്ങനെ നാട്ടിലേക്ക് വരണമെന്ന് പറഞ്ഞാൽ എങ്ങനെയാ? നിങ്ങളെന്ന് അളിയൻ്റെ ഒന്ന് പറയും. എന്നെ കൊണ്ട് പറ്റണില്ല മോനെ. കുറച്ചൊക്കെ ഒന്ന് പിടിച്ചു നിൽക്കാൻ നോക്ക് മോനെ. എൻ്റെ അളിയൻ അവിടുന്ന് ഇവിടുന്ന് എവിടുന്നെല്ലാം കടം വാങ്ങിയിട്ടാണ് എന്നെ പറഞ്ഞു വിട്ടത്. ഞാൻ നോക്കി ഒരുപാട്, പക്ഷെ എന്നെ കൊണ്ട് പറ്റണ്ട. വീട്ടിലെ അവസ്ഥ അറിയാലോ. ഉമ്മാക്ക് തീരെ വയ്യ മോനെ. നീ അതൊക്കെ അറിഞ്ഞു വെച്ചോണ്ടല്ലേ നാട്ടിൽ നിന്ന് കയറി പോയത്. ഞാൻ നാട്ടിലേക്ക് വരാൻ തന്നെ തീരുമാനിച്ചു. നിങ്ങളതൊന്ന് അളിയൻ്റെ പറഞ്ഞൊന്ന് ശരിയാക്കി. ശരി, ഞാൻ വിളിക്കാം. എനിക്ക് അയൽക്കൂട്ടത്തിൽ പോവാനുണ്ട്. നീ വെച്ചോ. രാത്രി വരാൻ വേണ്ടി പറഞ്ഞേ ഇതല്ലേ ഇപ്പൊക്കെ അസുഖമാണ് അറിയില്ലേ? ആ ഈ തൽക്കാരൻ്റെ ഈ നാളെയും കുറച്ച് ഇതൊക്കെ കൊണ്ടുപോയിട്ടേ തൽക്കാലം ഇപ്പാൻ്റെ അസുഖം മാറ്റി. ഇത് മാറല്ലേ? ഇത് വേണ്ട സാറിലൊന്നും അറിയില്ല. അതൊക്കെ ഞാൻ അറിയാൻ നോക്കും. അതൊക്കെ ഞാൻ അറിയാൻ നോക്കും. കൊണ്ടേക്കാം. ഞാൻ പോകണോ?